ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുത്ത് സംസ്ഥാന സർക്കാർ. ശബരിമല വിമാനത്താവളത്തിനായി ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരമാണ് 2263 ഏക്കർ ഏറ്റെടുക്കുന്നത്. ഹാരിസന്റെ കൈവശമുണ്ടായിരുന്ന ഭൂമി ബിലീവേഴ്സ് ചർച്ചിന് കൈമാറിയത് നേരത്തെ റദ്ദാക്കിയിരുന്നു. വി അരുൺ ചേരുന്നു. അരുൺ, കൂടുതൽ വിശദാംശങ്ങൾ. തന്നെ വിമാനത്താവളത്തിന് വേണ്ടിയിട്ട് ചെറുവള്ളി എസ്റ്റേറ്റ് 2263 ഏക്കർ ഭൂമിയാണ് സർക്കാർ ഏറ്റെടുക്കുന്നത്. ഇതിന് കോട്ടയം കളക്ടർക്ക് അധികാരം നൽകിയാണ് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവിറക്കിയിട്ടുള്ളത്. ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന് കാഞ്ഞിരപ്പള്ളി താലൂക്കിനെ ചെറുവള്ളി എസ്റ്റേറ്റിൽ നിന്ന് 2263.18 ഏക്കർ ഭൂമി ഏറ്റെടുക്കാമെന്ന ശുപാർശ നൽകിയത് അഡീഷണൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതിയാണ്. എരുമേലി മണിമല വില്ലേജുകളിലെ ഭൂമിയാണ് ശബരിമലയ്ക്ക് ഏറ്റവും അടുത്തുള്ളതും വിമാനത്താവളത്തിന് ഏറ്റവും അനുയോജ്യവുമെന്നായിരുന്നു ആ സമിതിയുടെ കണ്ടെത്തൽ. ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ ഉടമസ്ഥയിലായിരുന്നു ഈ ഭൂമി. ഇത് ഇപ്പോൾ തങ്ങളുടേതാണ്. ഹാരിസൺ തങ്ങൾ ഭൂമി വാങ്ങിയെന്ന അവകാശവാദവുമായി ഗോസ്പൽ ഓഫ് ഏഷ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് രംഗത്തുണ്ട്. എന്നാൽ സർക്കാർ ഈ അവകാശവാദത്തെ പൂർണ്ണമായും തള്ളുകയാണ്. ഭൂമി സർക്കാർ ഉടമസ്ഥയിലുള്ളതാണ്. ഇത് വിൽക്കുവാനോ വാങ്ങുവാനോ ഹാരിസണും അതുപോലെ തന്നെ ഗോസ്പൽ സഭയ്ക്കും അധികാരമില്ലെന്നാണ് റവന്യൂ വകുപ്പിന്റെ നിലപാട്. നേരത്തെ സർക്കാർ സ്പെഷ്യൽ ഓഫീസറെ നിയമിച്ച MG രാജമാണിക്യം സർക്കാരിന് നൽകിയ റിപ്പോർട്ടും ഇത് ശരിവയ്ക്കുന്നു. ഹൈക്കോടതി ഇത് സംബന്ധിച്ച ഒരു ഹർജി ഈ കമ്പനികൾ നൽകിയിരുന്നു. പക്ഷേ ഹൈക്കോടതി അത് കീഴ്ക്കോടതികൾക്ക് തീരുമാനമെടുക്കാൻ വിട്ടുകൊടുക്കുകയായിരുന്നു. അതനുസരിച്ച് പാലാ സബ് കോടതിയിലാണ് ഇപ്പോൾ ഈ കേസുള്ളത്. കോടതിയിൽ ഈ ഭൂമിക്കുള്ള പണം കെട്ടിവെച്ചാകും സർക്കാർ ഭൂമി ഏറ്റെടുക്കുക. ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിന്റെ സെക്ഷൻ 77 പ്രകാരം സർക്കാരിന് അതിനുള്ള അധികാരമുണ്ട്. കോട്ടയം കളക്ടർ ഇത് ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനം പുറപ്പെടുവിച്ചാൽ മറ്റു നടപടികളിലേക്ക് സർക്കാർ കടക്കുകയും ചെയ്യും. ഇതിനായി വിദഗ്ധ സമിതിയെ സർക്കാർ നിയമിക്കാനും തീരുമാനമുണ്ട്. അങ്കമാലിയിൽ ചുവപ്പുനാടയിൽ കുരുങ്ങി കന്നുകാലി ഫാം അടച്ചുപൂട്ടാൻ തീരുമാനിച്ച വിഷയത്തിൽ ഇടപെട്ട് മന്ത്രി EP ജയരാജൻ. ഫാമിന്റെ പ്രവർത്തനവുമായി മുന്നോട്ടു പോകാമെന്ന് മന്ത്രി ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഇത്തരം സംരംഭങ്ങൾ നിലനിർത്തേണ്ടത് നാടിന്റെ ആവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നമ്മുടെ ആ ഫാമിന് ഒരു കാരണവശാലും അവരുടെ നാട്, അവരുടെ പ്രദേശം, അവര് ഒരു തൊഴിൽ സംരംഭകൻ, അത് ഉപജീവന മാർഗമായി ഈ പശു പരിപാലനവും അതുപോലെ തന്നെ ഫാമും കണ്ടു. അങ്ങനെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ എല്ലാ സംരക്ഷണങ്ങളും സഹായങ്ങളും ഗവൺമെന്റ് കൊടുക്കും. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ പരിശോധിക്കാം. കാരണം ഇത് നമ്മളിത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു രംഗമാണ്. ഈ ക്ഷീരോത്പാദനം, ആട് വളർത്തൽ, കോഴി വളർത്തൽ, താറാവ് വളർത്തൽ, കാട വളർത്തൽ, ഇത് നമ്മുടെ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഉൽപാദന മേഖലയാണ്. കേരളത്തിൽ ആവശ്യമുള്ള പാൽ ഉൽപ്പാദിപ്പിക്കണം എന്ന് മാത്രമല്ല, ഞങ്ങൾ വ്യവസായ വകുപ്പ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ പശുക്കളെ വളർത്താനുള്ള പ്രേരണ കൊടുക്കുക. എന്നിട്ട് പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് മിച്ചം വരുന്ന പാലുകൾ മുഴുവൻ സംഭരിച്ചിട്ട് ഇവിടെ ഒരു പാൽപ്പൊടി നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കുക. ഫാമിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടില്ലെന്നും സമീപവാസികളുടെ പരാതിയെ തുടർന്ന് നിലവാരം മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശമാണ് നൽകിയതെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡ് മെമ്പർ സെക്രട്ടറി പറഞ്ഞു. 3 പ്രാവശ്യം ഇൻസ്പെക്ഷൻ നടത്തി. നമ്മൾ സ്റ്റോപ്പ് നോട്ടീസ് അല്ല കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇവരുടെ ഇത് ലൂസ് ഫാമിംഗ് ആയിട്ടാണ്. അതായത് നമ്മൾ ഒരു ഷെഡിനകത്തുള്ള പശുക്കളെ നിർത്തിയേക്കുമല്ല. അപ്പൊ ഇത് പശുക്കൾ ഇങ്ങനെ നടന്ന് മെയ്യാണ്. അപ്പം ഈ ചാണകവും മറ്റുമുള്ള ഇതിന്റെ ഡാഗുകളൊക്കെ ശേഖരിച്ച് നമ്മൾ പ്രോപ്പറായിട്ട് കൺട്രോൾ മെഷേഴ്സ് എടുത്ത് ചെയ്യണം. അതായത് ഫ്ലോറൊക്കെ കോൺക്രീറ്റ് ചെയ്യണം, കോമ്പൗണ്ട് വാള് കട്ടണം എന്നുള്ള ഡയറക്ഷൻസ് മാത്രമാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. ഇത് ചെയ്തിട്ട് വന്ന് ഇത് ഈ കാര്യങ്ങൾ ചെയ്തോളൂ, തള്ളിയേണ്ട പ്രശ്നമുണ്ട്, അത് ക്ലിയർ ചെയ്യണം എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കടുത്ത നിർദ്ദേശങ്ങളെ തുടർന്നാണ് അങ്കമാലി ചന്ദ്രമണി ഫാമിന്റെ പ്രവർത്തനം തമിഴ്നാട്ടിലേക്ക് മാറ്റാൻ ഉടമകൾ തീരുമാനിച്ചത്. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, മന്ത്രി ഇടപെട്ടിരിക്കുന്നു. ഫാം അവിടെ തന്നെ തുടരാമെന്നാണ് മന്ത്രി പറയുന്നത്. അത് പ്രോത്സാഹിപ്പിക്കേണ്ട വിഷയമാണെന്നും മന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും എന്താണ് ഫാം ഉടമകൾ പറയുന്നത് മന്ത്രിയുടെ പ്രതികരണത്തിന് ശേഷം? തീർച്ചയായും ഫാം ഉടമകൾക്ക് തികച്ചും ഒരു ആത്മവിശ്വാസം നൽകുന്ന നടപടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് അവർ പറയുന്നു. ഈ നേരത്തെ കർശനമായൊരു ഭാഷയിലാണ് ഇത്തരത്തിൽ കോൺക്രീറ്റ് ചെയ്യണം, തറ കോൺക്രീറ്റ് ചെയ്യണം, ഒപ്പം മതിൽ നിർമ്മിക്കണം എന്നൊക്കെ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഒരു നിർദ്ദേശം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിയിരിക്കുന്നു. എന്നാൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഭാഗത്തു നിന്നും NOC ലഭിച്ചാൽ മാത്രമേ പഞ്ചായത്തിൽ നിന്നും ലൈസൻസ് ലഭിക്കൂ എന്നൊരവസ്ഥയുണ്ട്. ഇപ്പോൾ മന്ത്രി അടക്കം ഇടപെട്ട സാഹചര്യത്തിൽ കൂടുതൽ അനുകൂലമായ നടപടികൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഫാം
ഉടമയോട് തന്നെ നമുക്ക് കാര്യം ചോദിക്കാം. മന്ത്രി EP ജയരാജൻ നേരിട്ട് വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നൊരു പ്രതീക്ഷ ഇപ്പോൾ വന്നു തുടങ്ങിയോ? കേരളത്തിൽ തന്നെ തുടരാനാണോ തീരുമാനം? പിന്നെ തീർച്ചയായും കേരളത്തിലെ ഒരു മന്ത്രി ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നു പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അവിശ്വസിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അത് അദ്ദേഹം ഇടപെടുന്നവരെ ഈ കാര്യം ഇങ്ങനെ വഷളായി പോയതിലുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. കാരണം ഒരു സംരംഭകൻ ഒരു ഇത് നടത്താനായിട്ട് ഒരു മന്ത്രി വരെ ഇടപെടേണ്ടി വരും എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാകരുത്. അത് മാത്രമേ പറയാനുള്ളൂ. വളരെ സന്തോഷമുണ്ട് ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ അദ്ദേഹം ഇടപെട്ടതിൽ അദ്ദേഹത്തിന് അവിടെ നന്ദി പറയുന്നു. മറ്റുള്ള എല്ലാവരോടും തന്നെ ഇപ്പോൾ ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വന്ന് ഒരുപാട് പേര് വന്നു. അവരോടെല്ലാം ഞങ്ങൾ നന്ദി പറയുകയാണ്. അപ്പോൾ തൽക്കാലം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അടക്കം പൊല്യൂഷൻ കൺട്രോളിന് മാത്രമല്ല ഞങ്ങൾ ഫേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഒരു നോട്ടീസ് തന്നിട്ട് അങ്ങ് പോകുമ്പോൾ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് വരും എന്നുള്ളതാണ് ഞങ്ങൾ നേരിടുന്ന പ്രശ്നം. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞങ്ങൾക്ക് എവിടെ നിന്നെല്ലാമാണ് ഇത്തരം ഒരു കർഷകനെ സഹായിക്കാനോ അല്ലെങ്കിൽ ഒരു വ്യവസായത്തെ സഹായിക്കാനോ അല്ല ഇത്തരം നിർദ്ദേശങ്ങളായിട്ട് പലരും വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. അതിനകത്ത് നിന്ന് ഈ സംരംഭകർക്ക് ഒരു സംരക്ഷണം കിട്ടണം. ശരിക്കും ഒരു ഇൻവെസ്റ്ററെ നമ്മൾ കൂടുതൽ വിളിച്ചാൽ മാത്രം പോരാ, ഇൻവെസ്റ്റർക്ക് ഒരു സുരക്ഷിതത്വം കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. ഒരു പ്രൊട്ടക്ഷൻ. തമിഴ്നാട്ടിലേക്ക് പോകുന്ന തീരുമാനമൊക്കെ തൽക്കാലം അല്ല, തമിഴ്നാട്ടിലേക്ക് ഞാൻ തമിഴ്നാട്ടിൽ മുമ്പ് ജീവിച്ചിരുന്ന ആളാണ്, തമിഴ്നാട്ടിൽ ബിസിനസ് ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ അവിടെ എനിക്ക് അവിടുത്തെ സാഹചര്യങ്ങൾ നന്നായിട്ട് അറിയാം. നമ്മളിപ്പോഴും തമിഴ്നാടുമായിട്ട് ഇവിടെ കമ്പയർ ചെയ്യേണ്ടി വരുന്നത് തമിഴ്നാടിനേക്കാൾ ചില കാര്യങ്ങൾ ഇവിടെ മോശമായതുകൊണ്ടാണ് നമ്മൾ തമിഴ്നാടിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യുന്നത്. ഇതിപ്പോൾ ഇവിടുത്തെ സാഹചര്യം തമിഴ്നാടിനേക്കാൾ മെച്ചമാണെങ്കിൽ പിന്നെ എന്തിനു പോകണം? അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഒരു നിരാശയുടെ ഒരു അങ്ങേയറ്റം. ഞങ്ങളിപ്പോൾ ഈ സ്റ്റോപ്പ് ലൈസൻസ് കിട്ടിയപ്പോൾ ഉടനെ തമിഴ്നാട്ടിലേക്ക് പോകാനല്ല ഞങ്ങൾ ശ്രമിച്ചത്. മാത്രമല്ല കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ല. ഞങ്ങൾക്ക് ഒരു വർഷമായിട്ട് ഞങ്ങൾ ഇത് ലൈസൻസിന് വേണ്ടിയിട്ട് ഞങ്ങളാവുന്ന എല്ലാം നിയമപരമായിട്ട് തന്നെ ശ്രമിച്ചു. അവർ ആവശ്യപ്പെട്ട എല്ലാ ഡോക്യുമെൻറ്റും അനാവശ്യമായിട്ട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ പോലും ഞങ്ങൾ ഇവിടെ നിറവേറ്റിയിട്ടുണ്ട്. അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾ പലതും ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം ഞങ്ങളിവിടെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷവും കാര്യങ്ങളെല്ലാം ഏകദേശം നേരെയായി വരും, പഞ്ചായത്ത് ഞങ്ങൾക്ക് ലൈസൻസ് തരും എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോൾ അതേ ദിവസം തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഒരിക്കലും സാധിക്കാത്ത ഒരു കാര്യം ഞങ്ങളോട് ആവശ്യപ്പെടുക എന്ന് പറയാം. പിന്നെ നിരാശയാണ് പിന്നെ അടുത്തത് നമുക്ക്. ഇപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറയുന്നത് ഇതൊരു നിർദ്ദേശമാണ് എന്നാണ് പറയുന്നത്. അതായത് അവരായിട്ടൊന്നും ചെയ്യില്ല, ഒരു നിർദ്ദേശം മാത്രമാണ് നൽകിയിരിക്കുന്നത്. അതിനകത്ത് ഞങ്ങളുടെ ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് ഞങ്ങൾക്കൊരു ചെറിയ ഭീതി ഉണ്ടായിരുന്നു ഇതിനകത്ത്. കാരണം എന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഈ സംവിധാനങ്ങളൊക്കെ ഈ പ്രവർത്തിക്കുന്ന രീതി ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. അതായത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഞങ്ങൾക്കൊരു മറുപടി തന്നു. ഞങ്ങളുടെ അപേക്ഷ ഫെബ്രുവരി 2-ാം തീയതിയാണ് ഞങ്ങൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അപേക്ഷിച്ചത്. ഈ ഫെബ്രുവരി 2-ാം തീയതി അപേക്ഷിച്ച ആ അപേക്ഷയ്ക്ക് ഒരു റെസ്പോൺസ് വരുന്നതെന്ന് പറഞ്ഞാൽ ജൂൺ മാസം 10-ാം തീയതിയാണ്. ജൂൺ മാസം 10-ാം തീയതി ഇത്തരത്തിലൊരു വിചിത്രമായൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും ഞങ്ങളെ കൊണ്ട് അത് ചെയ്യാൻ കഴിയില്ല എന്ന് ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ അവരെ അറിയിക്കുകയും ചെയ്തു. മറുപടി കൊടുക്കണം 15 ദിവസത്തിനുള്ളിൽ. ഈ 15 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ മറുപടി കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ മറുപടി കൊടുത്തില്ല എന്ന് കരുതിയിട്ട് ഞങ്ങളുടെ അപേക്ഷ തള്ളിക്കളയാം. ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അപേക്ഷ തള്ളിക്കളയാം. എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ലക്ഷങ്ങൾ ചെലവ് വരുന്ന കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ ഇവർ അറിയിക്കുന്നു. മന്ത്രിയുടെ അടക്കം ഇടപെടലുകൾ ഈ ഘട്ടത്തിൽ ഉണ്ടാകുമോ? ഈ ഫാം ഇനി ഇവിടെ നേരത്തെ മന്ത്രി EP ജയരാജൻ പറഞ്ഞതുപോലെ തുടരാൻ കഴിയുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും അനീഷിന്റെ വാർത്തയോടെയാണ് മന്ത്രി വിഷയത്തിൽ ഇടപെട്ടത്. നമ്മൾ വഴിയാണ് അവർക്ക് ആ ഒരു ഉറപ്പ് മന്ത്രി നൽകിയിരിക്കുന്നതും. എന്തായാലും പ്രവർത്തനവുമായി മുന്നോട്ട് പോകാമെന്ന് മന്ത്രിയുടെ ഉറപ്പിൽ ആശ്വാസത്തിലാണ് ഫാം ഉടമകളും. മറ്റു വാർത്തയിലേക്ക്. കണ്ണൂരിൽ കോവിഡ് ബാധിച്ച് യുവാവായ എക്സൈസ് ഉദ്യോഗസ്ഥൻ മരിച്ചു. പടിയൂർ ബ്ലാത്തൂർ സ്വദേശി KP സുനിലാണ് മരിച്ചത്. എവിടെ നിന്നാണ് രോഗബാധയെന്ന് വ്യക്തമല്ല. മറ്റസുഖങ്ങൾ ഇല്ലാതിരുന്ന സുനിലിന്റെ മരണത്തിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം ആരംഭിച്ചു. കണ്ണൂർ മട്ടന്നൂർ ഓഫീസിലെ എക്സൈസ് ഡ്രൈവറായിരുന്ന KP സുനിൽ രാവിലെ 9:55-നാണ് മരിച്ചത്. കോവിഡ് ബാധിതരുമായി സമ്പർക്കം ഉണ്ടായിരുന്നില്ല. രോഗബാധിത മേഖലകളിൽ പോയതായും വിവരമില്ല. 12-നാണ് രോഗലക്ഷണങ്ങൾ കണ്ടത്. സ്വകാര്യ ക്ലിനിക്കിൽ പനി, വയറിളക്കം എന്നിവയ്ക്കായി ചികിത്സ തേടി. കഴിഞ്ഞ ഞായറാഴ്ച കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. 16-ന് കോവിഡ് സ്ഥിരീകരിച്ചു. മറ്റ് ശാരീരിക പ്രശ്നങ്ങളില്ലാത്ത സുനിൽ മരിച്ചത് ആരോഗ്യവകുപ്പ് ഗൗരവമായാണ് കാണുന്നത്. ഇദ്ദേഹം പോസിറ്റീവ് ആവുമ്പോൾ തന്നെ അന്ന് തന്നെ അതിൻ്റെ കോൺടാക്ട് ലിസ്റ്റുള്ള എല്ലാവരെയും നമ്മൾ ക്വാറന്റൈനിൽ പോകാൻ പറഞ്ഞിട്ടുണ്ട്. അയാൾ വർക്ക് ചെയ്ത ഓഫീസിൽ തന്നെ ഏകദേശം ഒരു 17 ആൾക്കാരെ അവിടെ കോൺടാക്റ്റ് ഉണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സ്, പിന്നെ അദ്ദേഹം പേരെ പോയ സ്ഥലങ്ങൾ, ഇങ്ങനെയുള്ള കുറച്ചൊരു കോൺടാക്റ്റ് ഉള്ളതാണ്. ആ കോൺടാക്റ്റിനെല്ലാം നമ്മൾ ഓൾറെഡി ക്വാറന്റൈനിൽ പോകാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ടീമിനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ടീം അത് ഇൻവെസ്റ്റിഗേഷനിലാണ്. എന്നിട്ട് അതിൻ്റെ റിപ്പോർട്ട് വരുമ്പോൾ എനിക്ക് എവിടെ നിന്ന് ഇപ്പോൾ ഈ സ്റ്റേജിൽ എനിക്ക് ഇവിടെ ഇദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടിയെന്ന് പറയാൻ പറ്റൂല. വൈറസ് ശ്വാസകോശത്തെ ഗുരുതരമായി ബാധിച്ചതായി മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നു. രക്തസമ്മർദ്ദം താഴ്ന്നതോടെ മരുന്നുകളോട് പ്രതികരിക്കാതായി. സുനിലിന് എങ്ങനെ രോഗബാധയുണ്ടായി എന്ന കാര്യം പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. സമ്പർക്ക പട്ടികയിലുള്ള എല്ലാവരും കർശനമായി ക്വാറന്റീൻ വ്യവസ്ഥകൾ പാലിക്കണമെന്ന നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. ക്യാമറമാൻ സുമേഷ് മോറാഴയ്ക്കൊപ്പം മനു ഭരത്, ന്യൂസ് 18 കണ്ണൂർ.
കണ്ണൂരിൽ ക്വാറന്റൈനിൽ കഴിഞ്ഞിരുന്ന സൈനികനും സുഹൃത്തും വാഹനാപകടത്തിൽ മരിച്ചു. മാവിലായി സ്വദേശി വൈശാഖും സുഹൃത്ത് അഭിഷേക് ബാബുവുമാണ് മരിച്ചത്. കോവിഡ് വ്യാപനം കൂടിയ സാഹചര്യത്തിൽ കണ്ണൂർ നഗരത്തിൽ 144 പ്രഖ്യാപിക്കണമെന്ന് ജില്ലാ കലക്ടറോട് പോലീസ് ശുപാർശ ചെയ്തു. നഗരസഭയിലെ 3 ഡിവിഷനിലും പരിസര പ്രദേശങ്ങളിലും നിയന്ത്രണങ്ങൾ കർശനമാക്കി. കണ്ണൂരിൽ കോവിഡ് സ്ഥിരീകരിച്ച 14-കാരന് രോഗം എവിടെ നിന്ന് പിടിപെട്ടു എന്നറിയാത്ത സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കണമെന്നാണ് പോലീസിന്റെ നിലപാട്. നഗരത്തിൽ രാഷ്ട്രീയ സംഘടനകളുടെ പ്രതിഷേധങ്ങൾ വർദ്ധിക്കുന്നതിനാൽ സാമൂഹിക അകലം ഉറപ്പാക്കുന്നതിന് 144 പ്രഖ്യാപിക്കണമെന്നും പോലീസ് ജില്ലാ കലക്ടറെ അറിയിച്ചു. നമ്മളൊരു മുൻകൂട്ടി എടുത്ത ഒരു സ്റ്റെപ്പാണ് ഇങ്ങനത്തെ ഒരു കണ്ടെയ്ൻമെന്റ് സോൺ. ഇത് നമ്മൾ പല ഗ്രാമമേഖല എടുക്കാറുണ്ട്. അങ്ങനെ അത് കേസുകൾ ബന്ധപ്പെട്ട് BDMA ആ തീരുമാനം എടുക്കും. അങ്ങനെയാണ് കണ്ണൂരിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് നമ്മൾ ഒരു വല്ല പേടിച്ചിട്ട് പോകേണ്ട ഒരാവശ്യമില്ല. ഒരാഴ്ച ജനങ്ങളൊന്ന് കുറച്ചുകൂടെ ഒന്ന് നന്നായിട്ട് സഹകരിച്ചാൽ ഞങ്ങളെ കണ്ണൂർ ഭാഗത്തിൽ നമ്മളൊരു നന്നായിട്ട് കൊണ്ടുവരാൻ പറ്റും. കോർപ്പറേഷൻ പരിധിയിൽ 3 ഡിവിഷനുകൾ പോലീസ് അടച്ചു. അതേസമയം നിരീക്ഷണത്തിലായിരുന്ന സൈനികൻ വാഹനാപകടത്തിൽ മരിച്ച സംഭവത്തിൽ എടക്കാട് പോലീസ് SP-ക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. താഴേക്കായലോട് ബൈക്ക് മതിലിലിടിച്ചാണ് അപകടം. മാവിലായി സ്വദേശി വൈശാഖ് പുറത്തിറങ്ങാനുള്ള സാഹചര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മനു ഭരത്, ന്യൂസ് 18 കണ്ണൂർ. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം launching on the 20th. I have the Honorable Minister taking care of the Labour Affairs. Minister Rural Development was also expected to join, but from a different location, however. I think there is a bit of a difficulty in him joining us. So in his absence, I'm here to do this press more as a curtain raiser to the launching of the Garib Kalyan Rozgar Abhiyan by the Prime Minister on the 20th. What I will do to start with is to give you a broad picture of what exactly is this. All of us are aware that workers from all over the country, Shramik, men, women, after some stages during the lockdown, wanted to go back to their villages, and both the state and central governments tried making a lot of arrangements, giving them trains, buses and so on, so they have gone back. We have, from Government of India, together with the state governments, seen which are the districts to which they largely have returned. The slide presentation which will be presented by Shri Amardeep Sinha, the Secretary Rural Development, will actually get into the details of which are those districts to which Shramik in large numbers have returned. We are able to say approximately 116 districts have received big numbers of them. The exact numbers and other things will be shared. 116 districts. They are spread over 6 states in all. Not to say that there may not be others going to other states, but largely the 116 districts that we have identified have received large number of them, substantial number of them. And those 116 districts are spread over 6 states. The details will be given during the slide presentation. Now, in those districts, both state and the central government have very meticulously mapped the skills of these people, skill sets, whether they are totally unskilled or partly skilled, largely those who have worked in construction and such areas in urban centers where they were, and so on. So they have reached, some mapping of their skill sets have been done. Now, what this Abhiyan, which the Prime Minister will be launching from the Kagaria district in Bihar on 20th, will do is now within 125 days. Nearly 25 schemes of the government are all going to be brought together. And within those 125 days, we shall reach saturation levels
for each of those schemes. So if it was a Jal Jeevan Mission, or if it was anything to do with, laying of Pradhan Mantri Gram Sadak Yojana, or building Awas Yojana, and so on. Awas Yojana, which gives houses for the poor, but if there are activities related to that which requires labor component, they will also be brought. Like that, there are 25 works of Government of India, in which all the 25 being brought together for those districts where we have identified this number of Shramik who have gone back. Everyone who needs the assignment will be given the jobs, and under the 25 different works, the objectives which have to be achieved will be achieved using the Shramik who are there having returned from different parts of the country. The monies which have been allotted to these projects, budgeted amounts, and if necessary anything more, will all be added together. At the moment, broad total that I can disclose to you all, it's about 50,000 crores. We are pooling all these from the 25 different projects, bringing it together so that at the district level, in these 116 districts, for those 25 projects, Shramik who have returned will all be used to complete those projects within this 125 days. There are some which are going to get affected by monsoon, such as laying of roads, which may extend further. There are some which are post-monsoon activities, which may also continue after that. But largely, on a broad indicator, we want to front-load the monies allotted for these 25 different works for those 116 districts, some of whom are aspirational districts, and ensure that all those Shramik in those districts are going to be given employment, and therefore for them, for the next 4 months, we are clearly showing a direction through which their skills, their man days, person days will be used so that assets will be created in those districts, whether it is digging of wells, poultry sheds, or laying of Gram Sadak Yojana roads, or building some panchayat, buildings. Like for instance, yesterday, we had announced from the Finance Ministry that we have released the 15th Finance Commission recommended monies for the local bodies. So with all those monies going to the villages now, with these Shramik being used for activities, concrete activities through which assets can be created, Shramik get their work, their livelihood is ensured. Asset creating activities at the district level, considering that many of them are aspirational districts, the objective of rural development will also get fulfilled. And I'm glad to say, to recall, that in our budget and also during the announcement, during Atmanirbhar Abhiyan announcements, we had come up with the viability gap funding for building agriculture related infrastructure, for ensuring that those farmer producer organizations will go into the villages to create agri-processing units. Now all of them are being brought together so that there's a synergy. Monies are being pulled in towards asset creation with a time limit given, and Shramik can be sure that where they have gone back, they have work given to them. This is a broad picture. I won't take too much of time to start my intervention. I request the Secretary, Rural Development, to show you the details of what exactly this is, how it's going to pan out. Post that, of course, we are ready for your questions. Thank you. ഗരീബ് കല്യാൺ അഭിയാൻ യോജനയ്ക്ക് തുടക്കമായിരിക്കുന്നു. Clearly articulating the philosophy behind the Garib Kalyan Rozgar Abhiyan, which aims at providing meaningful livelihoods to the migrant workers who have gone back to the districts of their origin, as well as those who are there and similarly affected. So
So I'll provide the necessary detail because Madam has already very clearly articulated the philosophy and overall context in which the Abhiyan is to work. Madam, before I begin, I should also add that during this period after the pandemic and after the lockdowns were announced, our Gram Panchayats and our SHGs have done wonderful work, ma'am, and I should say some statistics which will illuminate the kind of work that they have done. SHGs have made about 16 crore masks, madam, which have provided to the corona warriors by the different states. They have made lakhs of liters of sanitizers and hand wash, and they have run about 10,000 community kitchens. So very good work they have been done, and similarly our Gram Panchayats have also been at the forefront of fighting corona. They have set up quarantine centers, they have enforced the health ministry advisories. So with all this background and with all the kind of the administrative and Panchayati Raj machinery there and them all working together, we are confident that this Abhiyan would be in a position to cater to the needs of employment and jobs, and thereby also lay the foundation for a more prosperous work later on. So the Abhiyan is of a duration of about 125 days. It will be taken up in 116 districts where more than 25,000 migrants have returned. 25 works, as Madam had already mentioned, and the combined outlay of the 25 different kind of works and the program that it draws from is about 50,000 crores. You can see the districts which to which this Abhiyan will extend, and they have been shown on the map of the India. But if you see the state-wise coverage, so in total about 116 districts are there, and they extend over 6 states, and out of these about 27 are aspirational districts in which the government's program for all-round growth, particularly focusing on health, nutrition and education, is already working. So as we mentioned, the focus is on 25 works, and one of them is to start with these community sanitary complexes, which caters for sanitation needs for the people who, because of lack of space in their own houses, are not able to utilize the sanitary facilities. Then Gram Panchayat Bhavan. Finance Commission grants also provides for development of village infrastructure as well as productive infrastructure. So those works are also included. The national highway works going on there are also included within the program. The idea is to cater to the different kind of skill needs of people who have arrived, and as Madam mentioned that skill surveys have been ongoing, and through which the kind of skill that these migrant workers possess have been determined. I should mention to you that a very large majority of them are skilled. In a survey in the state of Bihar, they found that about 3/4 of them are skilled persons. സമ്പദ് വ്യവസ്ഥയ്ക്ക് കൈത്താങ് പോലെ ഗരീബ് കല്യാൺ അഭിയാൻ യോജനയ്ക്ക് തുടക്കമായി ശനിയാഴ്ച പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും എന്നാണ് ധനമന്ത്രി വിശദീകരിച്ചത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.